ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇങ്ങനെ തകർത്ത് കൊണ്ട് ഓടുമ്പോൾ പലപ്പോഴും പലരും പറയാറുണ്ട്, ചിലർ മനഃപൂർവ്വം വാക്കുകൾ പേരുകൾ തെറ്റിച്ച് പറയാറുണ്ട്, ഓരോ ഇഷ്ടാനിഷ്ടം നോക്കി പേരുകൾ പറയാറുണ്ട്. പക്ഷേ കോടതി പോലും പറയാറുണ്ട് ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു ചാനലിലെ ഒരു റിപ്പോർട്ട്, ആ ചാനലിൽ ഒരു നടി പറഞ്ഞ റിപ്പോർട്ടും പേരും കേട്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, ആ നടി പറഞ്ഞത് തെറ്റായ വാർത്തയാണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാൻ പറ്റും. കാരണം ആ ലൊക്കേഷനിൽ ഞാൻ പോയൊരു നടനായിരുന്നു, ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. ഹരിഹരൻ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. ഹരിഹരൻ്റെ സിനിമയുമല്ല എന്നാലോചിക്കണം. ഹരിഹരൻ്റെ സിനിമയിൽ ഉണ്ണിമുകുന്ദനും അഭിനയിച്ചിട്ടില്ല എന്നാലോചിക്കണം. പിന്നെ എന്തിനാണ് ആ നടി ഹരിഹരൻ എന്ന ഡയറക്ടർ പേര് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകും. ആര് പറഞ്ഞിട്ടാണ് ആ നടി എന്നാലോചിക്കില്ല. ഇപ്പോൾ ഞങ്ങൾ ആ ചാനലിൻ്റെ കാര്യങ്ങൾ നോക്കിയപ്പോൾ അത് ഡിജിറ്റ് ചെയ്ത് കളഞ്ഞിരിക്കും എന്നുള്ളതായിരിക്കണം. സത്യത്തിൽ ഹരിഹരൻ ഇത് അറിഞ്ഞിട്ടുണ്ടോ, ഈ വാർത്ത കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. കണ്ടാലും കണ്ടില്ലെങ്കിലും പത്രധർമ്മം പത്രലേഖ നിലയ്ക്ക് ഞാൻ ഈ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഈ കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ എന്നുള്ള. എന്താണ് സംഭവം എന്നല്ലേ, ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷനിൽ പല ചിലരെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, എന്നെ അയാൾ ഇത് ചെയ്തു ഇയാൾ ചെയ്തു ആ പറഞ്ഞ കൂട്ടത്തിൽ ഹരിഹരൻ എന്നുള്ള സംവിധായകൻ്റെ പേര് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ സത്യാവസ്ഥ ഇന്നതാണെന്ന് എനിക്കറിയാം. കോഴിക്കോട് നടന്നൊരു ഷൂട്ടിംഗാണ്. അതൊരു 10-12 വർഷം മുമ്പ് നടന്ന സിനിമയാണ്. ആ സിനിമയുടെ പേര് കാറ്റും മഴയും എന്നാണ്. അതിലെ നായകൻ ഉണ്ണി മുകുന്ദനാണ്. അതിലെ മറ്റൊരു നായകൻ ലാലാണ്. അതിൽ മാലാ പാർവതി, അതിൽ സീൻ ഇങ്ങനെയാണത്, മാലാ പാർവതിയും ലാലും അവരൊരു മുസ്ലിം കഥാപാത്രമാണെന്ന് ആലോചിക്കണം. അതൊരു തുണിക്കടയോ ചായക്കടയോ ലൊക്കേഷനാണ്. അതിൽ 5-6 പെൺകുട്ടികൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണം. ഇങ്ങനെ 5-6 ജൂനിയർ ആർട്ടിസ്റ്റ് സെലക്ട് അഭിനയിക്കാനും വന്നിരുന്നു ആലോചിക്കണം. അതിൽ മുസ്ലിം കഥാപാത്രമായി മുസ്ലിം കഥാപാത്ര സ്ലാങ്ങുകളെല്ലാം പഠിപ്പിക്കാൻ എഴുത്തുകാരനും സംവിധായകനും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമായ ഷാജി പട്ടിക്കയുടെ വൈഫാണ് ഇത് പഠിപ്പിക്കാൻ വന്നിരുന്ന ആലോചിക്കണം. ഇങ്ങനെ ഈ മുസ്ലിം കഥാപാത്രത്തിൻ്റെ പേര് പഠിപ്പിക്കാൻ വന്നിരുന്ന ആലോചിക്കണം. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം ഈ ജൂനിയർ ആർട്ടിസ്റ്റ് വന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പറയുന്നു, ഞാൻ ഈ സിനിമയിൽ തുടർന്ന് അഭിനയിക്കണോ വേണ്ടയോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം പറയുന്നു, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അഭിനയിച്ചോളൂ, അല്ലെങ്കിൽ പൊക്കോളൂ, ഞങ്ങളാരും നിർബന്ധിക്കുന്നില്ല പറയുന്നു. അപ്പോൾ ആ സംവിധായകൻ അതിലത്തെ അങ്ങ് നിന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ ഹരിഹരൻ്റെ സിനിമ എന്ന രീതിയിലാണ് സംസാരിച്ചത്. അത് ഹരിഹരൻ്റെ സിനിമയല്ല. ഹരിഹരൻ ഉണ്ണിമുകുന്ദനെ വെച്ച് സിനിമയും എടുത്തിട്ടില്ല എന്ന് ആലോചിക്കണം. അപ്പോൾ ഇങ്ങനെ തെറ്റായി പറയുമ്പോൾ നമുക്ക് ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുമ്പോൾ പ്രശസ്ത സംവിധായകനായ ഹരിഹരൻ്റെ മേൽ ഇങ്ങനെ കരിവാരി തേക്കാൻ ആരാണ് ഈ നടിയോട് ഈ പറഞ്ഞതെന്ന് അതൊരു അന്വേഷണം വേണ്ടതല്ലേ? ശരിക്ക് അന്വേഷണം വേണമെന്നല്ല, ചാനലിനെതിരെയും നടപടിയെടുക്കേണ്ടതല്ലേ? ചാനലിന് മാത്രമല്ല, ഈ സംവിധായകൻ കേസ് കൊടുത്താൽ ആരൊക്കെ കുടുങ്ങുമെന്ന് ആലോചിക്കേണ്ടല്ലേ? നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങൾക്ക് വാർത്ത കിട്ടുമ്പോൾ ചില പേരുകളൊക്കെ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് ആലോചിക്കണം. ഈ പേരുകൾ കസ്റ്റഡിയിലുള്ളപ്പോഴും ഞങ്ങൾ ആ പേര് പറയാത്തത് വേറൊന്നുകൊണ്ടല്ല, തെളിവുകൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണെന്ന് ആലോചിക്കണം. തെളിവുകളില്ലാതെ നമ്മൾ എന്തിനു പോയിട്ടും കാര്യവുമില്ല എന്ന് ആലോചിക്കണം. ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പറയുന്നവർ നിങ്ങൾ പേര് വെച്ചില്ല. ഇന്നലെ വേറൊരു നടി പറഞ്ഞു, സംവിധായകനെ പറഞ്ഞിട്ടുള്ളൂ. ആ സംവിധായകൻ ആരാണെന്ന് നടിക്കറിയാം. പക്ഷെ ആ നടി ഒരിക്കലും സംവിധായകൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അന്നും പറഞ്ഞു, നിങ്ങൾ സംവിധായകൻ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയിട്ടെങ്കിൽ നിങ്ങൾ ആ സംവിധായകൻ്റെ പേര് പറയണമെന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതായത് പേര് പറയുമ്പോൾ തെറ്റായൊരു വാക്കൊരു പേര് നമ്മുടെ വായിൽ വീഴാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ അത് വല്ലാത്ത ദുരന്തമാണ് ഉണ്ടാക്കുക എന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് അനുഭവം നിങ്ങൾ പറഞ്ഞോളൂ. ആ അനുഭവം പറയുമ്പോൾ പിന്നെ മറ്റൊരു പത്രങ്ങളായാലും മാധ്യമങ്ങളായാലും ചാനലുകളായാലും എല്ലാം അങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി വെരിഫൈ ചെയ്തിട്ട് വേണമാണ് കൊടുക്കേണ്ടതല്ലേ എന്നാലോചിക്കണം. ഒന്നാമത് സിനിമയെക്കുറിച്ച് നമുക്ക് ബോധം വേണം. ഇന്ന സിനിമയുടെ പേര് പറയുമ്പോൾ ആ സിനിമയുടെ സംവിധായകൻ ആരാണെന്ന് നമ്മൾ ആലോചിക്കണം. ആ സിനിമയിൽ ഇരിക്കുള്ളൂ. ഹരിഹരൻ്റെ സിനിമ എടുക്കുക, ഹരിഹരൻ്റെ സിനിമയിൽ അഭിനയിച്ച നടന്മാരാണെന്ന് ആലോചിക്കുമ്പോൾ പുതുമുഖങ്ങൾ വെച്ച സിനിമയുണ്ട്, സൂപ്പർ സ്റ്റാറുകൾ വെച്ച സിനിമയുണ്ട്, ഭൂരിഭാഗം MT ആണ് അദ്ദേഹത്തിൻ്റെ സിനിമ ഈ അടുത്ത കാലത്ത് എഴുതിയിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഉണ്ണി മുകുന്ദൻ ആ കാലഘട്ടത്തിൽ വന്ന ഒരു പുതിയ നടനാണെന്ന് ആലോചിക്കണം. ആ സമയത്ത് ഹരിഹരൻ സിനിമ പോലും എടുത്തിട്ടില്ല എന്നാലോചിക്കണം. അങ്ങനെ ഈ പേര് പറയുമ്പോൾ നമ്മൾ വെരിഫൈ ചെയ്തേണ്ടതാണ്. ഇപ്പം ഞാൻ പല പ്രാവശ്യം പലരും വിളിച്ച് കിട്ടുന്നില്ല. ഹരിഹരൻ തന്നെ വിളിക്കാമെന്ന് കിട്ടുന്നില്ല. ഏത് അവസ്ഥയിലാണ് അദ്ദേഹം അറിയാം. കാരണം കുടുംബമുണ്ട്, കുട്ടിയുണ്ട്, കുടുംബമായി ജീവിക്കുന്ന ഒരാളാണെന്ന് ആലോചിക്കണം. അങ്ങനെ ചെയ്യാത്ത തെറ്റിന്
ഒരു വലിയ സംവിധാനം ക്രൂശിക്കപ്പെടുമ്പോൾ ഇതിനെതിരെ ഒരാളും ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ല ആലോചിക്കണം. ഒരാളും പറഞ്ഞ് കേട്ടിട്ടില്ല ആലോചിക്കണം. അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വരാൻ പാടില്ല. ഞാൻ ഈ 42 വർഷമായിട്ട് ഈ ജോലി മാധ്യമപ്രവർത്തനം ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഭാഗത്തുനിന്നും അത്രയും മിസ്റ്റേക്കായിട്ട് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ പറയുമ്പോൾ ഒരു കുടുംബം തകർക്കേണ്ട ഒരു ജോലിയും നമ്മൾ ചെയ്തിട്ടില്ല എന്നാലോചിക്കണം. അത് ആലോചിക്കുക. ആ രീതിയിൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ പോകുമ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ ഇതിൻ്റെ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ ആരുടെയൊക്കെ പേരുണ്ടെന്ന് ഞങ്ങൾ കുറേ പേർക്ക് അറിയാം. ഞങ്ങൾക്ക് കുറേ പേർക്ക് അറിയാം. ഇതിൻ്റെ തന്നെ ഈ സെക്കൻഡ് ഭാഗം കൊടുക്കില്ല. ഈ സെക്കൻഡ് ഭാഗത്ത് പേരില്ലാത്തവർ ചുരുക്കമാണെന്നറിയാം. ഭൂരിഭാഗം പേരുടെ പേരുണ്ട്. ആ പേര് ആരൊക്കെയാണ് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തത് ആ രേഖ ഞങ്ങളുടെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലില്ലാത്തത് കൊണ്ടാണെന്നാണ്. ആ രേഖ കൊണ്ട് കോടതിന് പറയട്ടെ, കോടതി തീരുമാനിക്കട്ടെ ഇന്ന ആൾക്കാരാണ് അതിലുള്ളത്. കോടതി ചോദിച്ചിട്ടില്ലേ ഈ മുദ്ര വെച്ച കവറിൽ ഒറിജിനൽ രേഖ കൊണ്ടുവരൂ എന്നുള്ളത്. അപ്പോഴും കോടതി സമാശ്വാസപരമായൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. അപ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് പേര് പോകില്ല എന്നുള്ളത്. പേര് വേണ്ടെങ്കിൽ പേര് പറയേണ്ടതല്ലേ ആണെന്ന്. അത് ധാർമ്മികമായ കാര്യങ്ങളോ നിയമവശം അത് അവർ കൊണ്ടു നടക്കട്ടെ. അപ്പോൾ ഞങ്ങൾക്കും ഇത്രയും പേരുകൾ അറിയാമെന്നിരിക്കെ ഞങ്ങൾ പറയാത്തത് എന്താണ്? ഞങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുകൂടെ? പറയാത്തത് എന്താണ്? അതൊരു പക്ഷേ എവിടെയെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചതാണെങ്കിലോ, അതല്ലെങ്കിൽ നമ്മളവിടെ എവിടെ നിങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടോ, കോടതിയിൽ പോകുമ്പോൾ തെളിവുകളുണ്ടോ ചോദിച്ചാൽ തെളിവുകളില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ നമ്മളോട് ആരെങ്കിലും ചുരണ്ടി ചോദിക്കുമ്പോൾ നമ്മളതൊന്ന് ക്ലിയർ ചെയ്യണം. ഞാൻ അഭിനയിക്കാൻ പോയിട്ടുണ്ട്. ആരാണ് സംവിധായകൻ, ആരാണ് നടൻ, ആരാണ് പ്രൊഡ്യൂസർ, എവിടെയായിരുന്നു ലൊക്കേഷൻ എന്നെങ്കിലും ഓർമ്മിക്കാനുള്ള സംവിധാനിക്കണം. മൈക്ക് കിട്ടുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ പേര് തെറ്റിച്ച് പറഞ്ഞുകൊണ്ട് ചെറുതല്ല, ഒരു വലിയ സംവിധായകൻ്റെ പേരാണ് തെറ്റിച്ച് പറയുന്നത് ആലോചിക്കണം. അങ്ങനെ പറയുമ്പോൾ ദുരന്തങ്ങളെക്കുറിച്ച് ആലോചിക്കണം. അത് ഒരാൾക്ക് മാത്രമുള്ളതല്ല, പലർക്കും അങ്ങനെ തെറ്റുപറ്റിയിട്ടുണ്ട്. അതിൻ്റെ ആ ദുരന്തങ്ങൾ ആ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാലോ, ആ കുടുംബം ആത്മഹത്യ ചെയ്യേണ്ടി വന്നാലോ, ആ സംവിധായകൻ ഇതുവരെ അദ്ദേഹം ഫോൺ എടുക്കാതെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അത് നമുക്ക് ഉള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ആരുടെ മുന്നിലും തുറന്നു പറയാം. അതിന് ധൈര്യം നിങ്ങൾക്കുണ്ടാവട്ടെ. പക്ഷേ നിങ്ങൾ ഇല്ലാത്തൊരു പേര് മറച്ചു വെച്ചുകൊണ്ട് വേറൊരു പേര് പറയുന്നത് സൂക്ഷിച്ച് ചെയ്യേണ്ടതല്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ പേരുകൾ മാത്രം പറയാനുള്ളതല്ല, നിങ്ങൾക്ക് ആർക്ക് തെറ്റുപറ്റിയാലും അതും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുള്ളതാണത്. അപ്പോൾ സിനിമയോട് വെറുപ്പില്ല, സിനിമക്കാരോട് വെറുപ്പില്ല. വെറുപ്പ്, ദേഷ്യം, കുറ്റം ചെയ്യുന്നതോട് മാത്രമാണ്. അത് ഏത് രംഗത്തായാലും, രാഷ്ട്രീയമായാലും സിനിമയായാലും സാഹിത്യമായാലും ഏത് രംഗത്തായാലും കുറ്റം ചെയ്യുന്നവരാണ്. എതിർപ്പ് ഇരയുടെ പക്ഷത്താണ് ഞങ്ങൾ, വേട്ടക്കാരുടെ പക്ഷത്തല്ല. ഒന്നും കൂടി അരക്കിട്ട് ഉറപ്പിച്ച് പറഞ്ഞുകൊള്ളട്ടെ.